ജയ് മോഹൻജി വിശുദ്ധിയുടെ ശക്തി വായന തുടരുന്നു. അധ്യായം 7 ശക്തിപാദം. ശക്തിപാദമാണ് നമ്മുടെ ധ്യാനങ്ങളുടെ കാതൽ. ബോധത്തിൻ്റെ ഉന്നത മണ്ഡലങ്ങളിൽ നിന്നുള്ള ഊർജം പകർന്നു നൽകലാണ് അത്. സാധാരണയായി സഹസ്രാര ചക്രത്തിൽ കൂടിയും ചിലപ്പോൾ ആജ്ഞാചക്രത്തിൽ കൂടിയും നാം ശക്തിപാദം നൽകുന്നു. ശക്തിപാദം ശരീരവ്യവസ്ഥയെ വേണ്ടവണ്ണം യോജിപ്പിക്കുകയും എത്തേണ്ടിടത്തെല്ലാം എത്തുകയും ചെയ്യുന്നു. ആത്മീയ പ്രക്രിയയുടെ വേഗം കൂട്ടലാണ് ശക്തിപാദത്തിൻ്റെ പാരമ്പര്യം. ശക്തിപാദം ശുദ്ധമായ അനുഗ്രഹമാണ്. അസുലഭവും സുന്ദരവുമായ ദൈവകൃപയാണ് അത്. അത് യഥാർത്ഥമാണ്. അത് വിസ്മയകരമായി പ്രവർത്തിക്കുന്നു. ശക്തിപാദം ആദ്യമായി ഉണ്ടായത് ആദ്യത്തെ സൃഷ്ടിയോടുകൂടിയാണ്. അതായത് ജീവൻ പദാർത്ഥത്തിലേക്ക് പ്രവേശിക്കുകയും അതൊരു ജീവിയായി തീരുകയും ചെയ്തപ്പോൾ അത് സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമായിരുന്നു. ശക്തിപാദം അത് ജീവൻ തന്നെയാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ ഒരു വരദാനമാണ്. സ്നേഹമാണ് സൃഷ്ടിയുടെ അടിസ്ഥാനം. ജീവൻ തന്നെയായിരുന്നു ശക്തിപാദങ്ങളിൽ ഒന്നാമത്. അന്ന് തുടങ്ങി ഗുരുതത്വത്തെ അഥവാ സർവശക്തിനെ പ്രതിനിധാനം ചെയ്യുന്ന ഓരോ ഗുരുവിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഓരോ ശക്തിപാദവും ജീവിതത്തിൻ്റെ സ്വഭാവം മാറ്റുകയും മനുഷ്യനെ ജ്ഞാനത്തിലൂടെ ദൈവത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തുകൊണ്ടിരുന്നു. ശക്തിപാദം നൽകുന്നയാൾ അത് സ്വീകരിക്കുന്ന ആളേക്കാൾ വളരെ ഉയർന്ന ഊർജം കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ള ആളാണ്. 20 വാട്ടിൻ്റെ ഒരു ബൾബ് അതിനേക്കാൾ വളരെ കൂടുതൽ ഉയർന്ന ഊർജത്തെ വഹിക്കുന്ന കമ്പിയിൽ നിന്ന് ഊർജത്തെ സ്വീകരിക്കുന്നു. ബൾബ് 20 വാട്ട് മാത്രം സ്വീകരിക്കത്തക്ക വിധം ക്ലിപ്തപ്പെടുത്തപ്പെട്ടതാണ്. ഊർജം പകരുമ്പോൾ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾക്ക് കിട്ടുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് പൊള്ളലേൽക്കുന്നില്ല. ശക്തിപാദത്തിന് രോഗശമന ശക്തി ഉള്ളതുകൊണ്ട് അത് ശരീരതലത്തിൽ പ്രവർത്തിക്കുന്നു. വികാരങ്ങളെ ശമിപ്പിക്കാനായി അത് വികാരതലത്തിൽ പ്രവർത്തിക്കുന്നു. നിങ്ങൾ സ്പഷ്ടമായി ചിന്തിക്കുകയും നിങ്ങളുടെ അവബോധം വളരുകയും ചെയ്യത്തക്ക വിധം അത് ബുദ്ധിപരമായ തലത്തിലും പ്രവർത്തിക്കുന്നു. അത് നിങ്ങളുടെ ബോധത്തെ ആത്മീയ പുരോഗതിയുടെ തലത്തിലേക്ക് മാറ്റുന്നു. നിങ്ങളുടെ അവബോധം മാറുന്നു. ശക്തിപാദം ലഭിച്ചതിനു ശേഷമുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അത് മനസ്സിലാക്കും. ശക്തിപാദ ഊർജം ഒരു കാലയളവിൽ പ്രവർത്തിക്കുന്നു. അത് രോഗശമനം, ശുദ്ധീകരണം മുതലായ പല വിധത്തിലും പ്രവർത്തിക്കുന്നു. അത് വ്യക്തിബോധം കൊണ്ടുള്ള തടസ്സങ്ങളെയും നീക്കുന്നു. അത് ഓരോരുത്തരുടെയും സ്വഭാവത്തിനും ആവശ്യങ്ങൾക്കും അനുസൃതമായി ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നു. നിങ്ങൾ ആത്മീയമായി വികസിക്കുമ്പോൾ ഉൾക്കൊള്ളാനുള്ള നിങ്ങളുടെ കഴിവിന് മാറ്റം വരുന്നു. അപ്പോൾ നിങ്ങളുടെ കഴിവിനനുസരിച്ച് ശക്തിപാദം നൽകപ്പെടും. ശക്തിപാദം നടക്കുന്ന ഓരോ പ്രാവശ്യവും വ്യത്യസ്തമായ ഒരു കൂട്ടം തടസ്സങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നു. തുടക്കത്തിൽ നാം ചെയ്യുന്ന പ്രാണായാമങ്ങൾ തുടർന്ന് ചെയ്യുന്ന ധ്യാനത്തിനുള്ള അടിസ്ഥാനം ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ളവയാണ്. അവ ഊർജത്തെ സ്വീകരിക്കാനും തുല്യമായി വിതരണം ചെയ്യുവാനുമുള്ള ചക്രങ്ങളെ ഉത്തേജിപ്പിക്കുവാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ഇവയുടെ എല്ലാം ലക്ഷ്യം ശുദ്ധീകരണവും ഉന്നമനവുമാണ്. ചോദ്യം: ശക്തിപാദത്തിൻ്റെ കാരണഭൂതൻ. ഉത്തരം: പ്രപഞ്ചത്തിൻ്റെ ആദി സൃഷ്ടാവ്. ചോദ്യം: ശക്തിപാദം എങ്ങനെയാണ് കായികവും ആത്മീയവുമായ മാറ്റം ഉണ്ടാക്കുന്നത്? ഉത്തരം: അത് വ്യക്തിഗത സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും. മാറ്റം ഉണ്ടാകുന്നു എന്നത് തീർച്ചയാണ്. മാറ്റത്തെ അനുഭവിച്ചറിയുന്നതിനുള്ള പ്രധാന തടസ്സം പ്രതീക്ഷകളാണ്. മാറ്റങ്ങൾ കായികമോ മാനസികമോ ബുദ്ധിപരമോ ആത്മീയമോ ആകാം. അത് തടസ്സം എവിടെയാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. അത് തികച്ചും വ്യക്തിപരമാണ്. ഓരോരുത്തർക്കും അവരവർക്ക് അർഹതയുള്ളത് കിട്ടുന്നു. തടസ്സങ്ങൾ വികാസത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഉണ്ടാകുന്നു. ഓരോരുത്തരുടെയും തടസ്സങ്ങൾ സ്ഥിരമായി നീക്കപ്പെടുന്നു. അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ലാഘവം സാധാരണയായി പ്രകടമായിരിക്കും. അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. പങ്കുകൊള്ളുന്നവർക്ക് അത് അനുഭവപ്പെടും. ആ നിർവൃതിക്ക് മറഞ്ഞിരിക്കുവാൻ കഴിയുകയില്ല. പതിവായി ധ്യാനിക്കുന്നവർ ശീലിക്കുന്ന ഏത് ധ്യാനത്തിനും ശക്തിപാദത്തിന് ശേഷം കൂടുതൽ ഫലം കിട്ടും. നമ്മുടെ സിദ്ധാന്തങ്ങൾ മറ്റു സാധനകൾക്ക് പൂരകങ്ങൾ മാത്രമാണ്, വിരുദ്ധങ്ങളല്ല. നമ്മുടെ പാത വിമോചനത്തിൻ്റേതാണ്, ബന്ധനത്തിൻ്റേതല്ല. ശരിയായ ശക്തിപാദം ഒരിക്കലും നിഷ്പ്രയോജനമാവുകയില്ല. ഓരോ ശക്തിപാദവും സ്വഭാവത്തിലും ജീവിത രീതിയിലും മാറ്റം വരുത്തുന്നതാണ്. അത് സർവശക്തനായ ദൈവത്തിൻ്റെയും ആത്മാവിൻ്റെയും ഗുരുതത്വത്തിൻ്റെയും അവയെല്ലാം ഒന്നുതന്നെയാണ്. നിരുപാധികമായ സ്നേഹത്തിൻ്റെ പ്രകാശനമാണ്. സ്വീകർത്താവിൽ സംഭവിക്കുന്ന മാറ്റത്തിൻ്റെ ആഴം നമ്മുടെ പരിമിതമായ മനസ്സിന് മനസ്സിലാവുകയില്ല. ചോദ്യം: ഏതേത് ഘടകങ്ങളാണ് ശക്തിപാദത്തിൻ്റെ ഫലം കുറയ്ക്കുവാൻ കാരണമാകുന്നത്? ഉത്തരം:
മാംസം, മത്സ്യം, മൃഗങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ, മദ്യം ഇവയെല്ലാം ഉന്നമനത്തിൻ്റെ വേഗം കുറയ്ക്കും. ധ്യാനം കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ പാകം ചെയ്യാത്ത പച്ചക്കറി, പഴം, വെള്ളം, ഔഷധച്ചായ എന്നിവയാകാം. നമ്മുടെ ധ്യാനത്തിന് ശേഷം മത്സ്യവും മാംസവും പാകം ചെയ്ത ഭക്ഷണം പോലും കഴിക്കാതിരിക്കുക. ധ്യാനം കഴിഞ്ഞ ഉടനെ ഊർജത്തിൻ്റെ അളവ് വളരെ ഉയർന്നതായിരിക്കും. ആമാശയം പെട്ടെന്ന് പ്രവർത്തനനിരതമാകുമ്പോൾ അത് അസ്വസ്ഥമാകും. ധ്യാനത്തിന് ശേഷം വേണമെങ്കിൽ ഉറങ്ങുക പോലും ആകാം. അപ്പോൾ ഊർജപ്രവാഹം നന്നായി നടക്കും. ചോദ്യം: അങ്ങയുടെ ധ്യാനത്തിലും അനുഗ്രഹത്തിലും എനിക്ക് വലിയ താല്പര്യം തോന്നി. എന്നാൽ അതിനുശേഷം എനിക്ക് പനിയും തലവേദനയും ഉണ്ടായി. ഞാൻ ചിന്താകുഴപ്പത്തിലായി. ഉത്തരം: ഇത് ശക്തിപാതം കൊണ്ടുണ്ടായ ആധ്യാത്മിക ശുദ്ധീകരണത്തിൻ്റെ ശാരീരികമായ പ്രകാശനമാണ്. ആ പ്രക്രിയയിൽ കൂടി കടന്നുപോകൂ. ശക്തിപാതം പഴയ അനാവശ്യമായ കെട്ടുപാടുകളെ മുറിച്ചു മാറ്റുന്നു. ധാരണകളുടെ ചരടുകൾ മുറിയുമ്പോൾ മനോബുദ്ധികൾക്കും ആത്മീയ വികാസത്തിനും ഇടയിൽ ഒരു വിടവുണ്ടാകുന്നു. ഈ വിടവ് ഉണ്ടാകുമ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാവുകയും കരയാൻ തോന്നുകയും മറ്റും സാധാരണമാണ്. മനോബുദ്ധി പ്രക്രിയ ആവർത്തനപരമാകുന്നു. നേരെ മറിച്ച് ആത്മീയത പരിണാമം വരുത്തുന്നതാകുന്നു. ഈ അന്തരം കാലക്രമത്തിൽ കുറഞ്ഞുവരും എന്ന് അറിയുക. എങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് വളരെയധികം ക്ഷമ വേണം. ഈ വിടവ് മോഹഭംഗം ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് ഒരേ പാത തന്നെ പിന്തുടരുക എന്നത് അത്യന്താപേക്ഷിതമാണ്. യാത്ര അവസാനിക്കുന്നതുവരെ സമ്പൂർണമായ വിശ്വാസം നിലനിർത്തുക എന്നതും അത്യാവശ്യമാണ്. മോഹഭംഗം ശാരീരികവും വികാരപരവും ബുദ്ധിപരവുമായ കഠിന വേദനയ്ക്ക് കാരണമായേക്കാം. ഒരു ആത്മീയ അന്വേഷകന് അയാളുടെ പുരോഗതിയുടെ തോതനുസരിച്ചുള്ള ഒരു ഗുരു താങ്ങായി ഉണ്ടാകും എന്നത് നിശ്ചയമാണ്. വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേഗം സുഖമാകും. ശക്തിപാതത്തിൻ്റെ ആരംഭമിടൽ. ശക്തിപാതം നൽകുവാനുള്ള കഴിവുണ്ടാകുവാൻ അതിനുള്ള മന്ത്രോപദേശം കിട്ടിയിരിക്കണം. ശക്തിപാതത്തിനുള്ള മന്ത്രോപദേശം ലഭിക്കുന്നതും ശക്തിപാതം സ്വീകരിക്കുന്നതും ഒരുപോലെയല്ല. മന്ത്രദീക്ഷ ലഭിക്കുന്നതിനുള്ള ഒരു യോഗ്യത ആ വ്യക്തി പരിശുദ്ധിയുടെ ഉയർന്ന തലത്തിൽ ചരിക്കുന്നവനാകണം എന്നതാണ്. ആഗ്രഹത്തിൻ്റെ ഗുരുവാകാനുള്ള ആഗ്രഹം, പണം സമ്പാദിക്കാനുള്ള ആഗ്രഹം മുതലായവയുടെ തലത്തിൽ നിന്നാകരുത്. അയാൾ പ്രതിജ്ഞാബദ്ധനും സ്വാർത്ഥരഹിതനും നിഷ്കളങ്കനും ആയിരിക്കണം. ശക്തിപാതത്തിലേക്ക് ആർക്ക് മന്ത്രദീക്ഷ കൊടുക്കണം എന്നത് മഹാഗുരുക്കന്മാരുടെ നിശ്ചയമാണ്. മഹാഗുരുക്കന്മാരുടെ അനുമതിയില്ലാതെ ഞാൻ ആർക്കും മന്ത്രോപദേശം നൽകാറില്ല. മന്ത്രോപദേശം ലഭിക്കുന്നയാൾ ശുദ്ധിയുള്ളവനാകുമ്പോൾ കൈമാറ്റത്തിന് പൂർണ്ണതയുണ്ടാകുന്നു. സ്വീകരിക്കുന്ന ആളും കൊടുക്കുന്ന ആളും അതിന് യോജിച്ച മാനസികാവസ്ഥയിൽ ആയിരിക്കും. സ്വീകരിക്കുന്ന ആൾക്ക് അയാൾ അർഹിക്കുന്നത് കിട്ടും. അത് കൂടുതൽ മെച്ചപ്പെട്ട ഒരു സോഫ്റ്റ്വെയറിലേക്കുള്ള മാറ്റം പോലെ ആയിരിക്കും. എനിക്ക് ശാരീരികമായി വളരെയധികം ആളുകളിലേക്ക് എത്തുവാൻ കഴിയുകയില്ല. എന്നാൽ മന്ത്രോപദേശം ലഭിച്ചവരിൽ കൂടി എനിക്ക് ഒരേ സമയം കൂടുതൽ ആളുകളിലേക്ക് എത്തുവാൻ കഴിയും. പല സ്ഥലങ്ങളിലായി എത്ര ധ്യാനങ്ങൾ നടത്തിയാലും വിരോധമില്ല. ശക്തിപാതം കൊടുക്കാനായി മന്ത്രോപദേശം ലഭിച്ചവർ എൻ്റെ ബോധവുമായി സാമ്യം പ്രാപിച്ചവരാകൊണ്ട് എൻ്റെ വികസിതമായ അവബോധം അവരെയെല്ലാം ഉൾക്കൊള്ളുന്നു. ശക്തിപാതം ഒരു വലിയ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ശക്തിപാതം കൊടുക്കുവാനുള്ള ഉപകരണമാകുന്നവരെല്ലാം ഈ പുണ്യകർമ്മത്തോട് ചേർന്നുള്ള പവിത്രതയും ഗൗരവവും പാലിക്കുന്നു. ശക്തിപാതത്തെയും തൈജസ ശക്തിപാതത്തെയും കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ. ശക്തിപാതം ഒരു വലിയ ചുമതലയാണ്. ശക്തിപാതം ഗുരുകൃപ കൊണ്ട് പരോപകാര ബുദ്ധിയോടെ മറ്റൊരാൾക്ക് പകർന്നു നൽകുവാനായി നാം ആർജിക്കുന്ന ശക്തിയാണ്. പരോപകാര തൽപരതയും നിരുപാധികമായ സ്നേഹവുമാണ് അടിസ്ഥാനം. ശക്തിപാതം നൽകുവാനായി ദീക്ഷകനും സാധകനും, ദീക്ഷകൻ എന്ന് വെച്ചാൽ മന്ത്രോപദേഷ്ടാവ് മോഹൻജി, സാധകൻ ദീക്ഷ സ്വീകരിക്കുന്നയാൾ ഒന്നായി തീരണം. സാധകൻ ഒരു ചാലാകുന്നു. പൂർണ്ണ സമർപ്പണത്തിലൂടെ മനസ്സ് ഒരു ഒഴിഞ്ഞ പാത്രം പോലെ ആകണം. അപ്പോൾ അതിലേക്ക് ഒഴുകിയെത്തുന്ന ജലധാരയാണ് പരിശുദ്ധി. പരിശുദ്ധി തീവ്രമാകുമ്പോൾ സുഷുമ്ന ഉരുക്കുപോലെ ഉറപ്പുള്ളതായി തീരുന്നു. അപ്പോൾ അതിന് സ്വതവേ ഉള്ളതിനേക്കാൾ വളരെ കൂടുതൽ ഊർജം വഹിക്കുവാൻ കഴിയുന്നു. ചണ്ഡീഗറിൽ അടുത്ത കാലത്തുണ്ടായ അനുഭവം ഇതിന് തെളിവാണ്. എന്നെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ശക്തിപാതം ലഭിച്ച ചിലർ എന്നെ അവിടെ കണ്ടു. എൻ്റെ ബോധത്തിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ച, തികച്ചും ഒരു ഉപകരണമെന്ന നിലയിൽ ശക്തിപാതം നൽകിയ വ്യക്തിയുടെ പരിശുദ്ധിയെയാണ് ഇത് കാണിക്കുന്നത്. ശക്തിപാതത്തിലേക്കുള്ള പ്രവേശം ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ശക്തിപാതം നൽകുന്നയാൾ പരിശുദ്ധിയും വളരെ പ്രധാനമായി നിസ്വാർത്ഥതയും അഹംബോധരാഹിത്യവും പാലിക്കണം.
ശ്രീകൃഷ്ണ ഭഗവാൻ എപ്പോഴും എൻ്റെ ഗുരു ഇപ്രകാരം പറഞ്ഞു എന്ന് പറയാറുള്ളത് പോലെ ഇവിടെ ആരും ഉടമസ്ഥത അവകാശപ്പെടുന്നില്ല. ഞാനാണ് അത് ചെയ്തത് എന്ന് ആരും പറയുന്നില്ല. ശക്തിപാദം നൽകുന്നയാൾ തൻ്റെ അഹംബോധം ഇല്ലാതാക്കിക്കൊണ്ടും ഗുരുവിൻ്റെ കാൽക്കൽ പൂർണ്ണമായി ആത്മാർപ്പണം ചെയ്തുകൊണ്ടും തന്നിൽ കൂടി ഗുരുകൃപ ഒഴുകുവാൻ അനുവദിക്കുന്നു. ശക്തിപാദം പാരമ്പര്യത്തിനോട് വളരെ അടുത്ത് ബന്ധപ്പെട്ടതാണ്, ഗുരുക്കന്മാരുമായി ബന്ധപ്പെട്ടതാണ്. മനസ്സുകൊണ്ട് അതിൽ നിന്ന് വേർപെടുകയോ നിങ്ങൾ സ്വതന്ത്രനാണെന്ന് കരുതുകയോ ചെയ്യുന്ന നിമിഷം നിങ്ങൾക്ക് ആ ശക്തിയും ഗുരുവിൻ്റെ അനുഗ്രഹവും നഷ്ടപ്പെടും. എന്തുകൊണ്ടെന്നാൽ ശക്തിപാദം പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു ബൃഹത് ശരീരം പോലെയാണ്. അതിൻ്റെ എല്ലാ അവയവങ്ങളും പൂർണ്ണമായി പ്രവർത്തിക്കണം. അത് മഹത്തായ ഒരു പാരമ്പര്യമാണ്. തൈജസ ശക്തിപാദം, ആസ്ട്രൽ ശക്തിപാദം മറ്റൊന്നാണ്. ഇതിന് ആ സത്ത സ്ഥിരമായി ഒരേ സമയം ലൗകികവും അലൗകികവുമായ തലങ്ങളിൽ പ്രവർത്തിച്ചു തുടങ്ങണം. അലൗകിക തലങ്ങളെക്കുറിച്ച് മുമ്പ് ചില സത്സംഗങ്ങളിൽ ഞാൻ വിവരിച്ചു പറഞ്ഞിട്ടുണ്ട്. തൈജസ അസ്തിത്വം ശരീരമില്ലാത്ത സൂക്ഷ്മമായ അസ്തിത്വമാണ്. ആരുടെയെങ്കിലും സ്ഥൂല ശരീരത്തിന് ശക്തി നൽകണമെങ്കിൽ അശരീരിയായ സത്ത ആത്മീയമായി വളരെ ശക്തവും പൂർണ്ണമായി വിരക്തവും പാരമ്പര്യത്തിൻ്റെയും ഗുരുവിൻ്റെയും വലിയ പിന്തുണ ഉള്ളതും ആയിരിക്കണം. അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരം ഭൗതിക ദേഹത്തെ വിട്ടുപോകുമ്പോൾ മറ്റ് അസ്തിത്വങ്ങൾക്ക് ആ ഭൗതിക ശരീരത്തെ കൈവശപ്പെടുത്തുവാൻ കഴിയും. പൂർണ്ണമായോ ഭാഗികമായോ അങ്ങനെ സംഭവിക്കാം. അത് ആ വ്യക്തിയുടെ ആത്മീയ വളർച്ചയെ നശിപ്പിച്ചേക്കാം. പരീക്ഷിച്ചു നോക്കുന്നത് തികച്ചും അപകടകരമായിരിക്കും. ഒരേ സമയത്ത് ഒന്നിലധികം തലങ്ങളിൽ തങ്ങളുടെ അസ്തിത്വം വ്യാപിപ്പിക്കുകയും ഒരേ സമയത്ത് ഭൗതികമായും അലൗകികമായും തുല്യശക്തിയോടെ പ്രവർത്തിക്കുകയും ചെയ്യുവാൻ കഴിവുള്ള മഹാഗുരുക്കന്മാർ മാത്രം നടത്തുന്നവയാണ് അലൗകികമായ ശക്തിപാദം. ഇതിന് ശക്തനായ ഒരു ഗുരുവിൽ നിന്ന് വളരെയധികം പരിപോഷണം ആവശ്യമാണ്. ശിഷ്യൻ സ്വയം അത് നടത്തുവാനുള്ള കഴിവ് ആർജിക്കുന്നതുവരെ ഗുരു കൂടെ ഉണ്ടായിരിക്കുകയും വേണം. അല്ലെങ്കിൽ നിഷേധാത്മക ശക്തികൾ അയാളെ പൂർണ്ണമായി നശിപ്പിക്കും. ഇത് വളരെ ഗൗരവമായ കാര്യമാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. ചില സാധകരെ യോഗഭ്രഷ്ടന്മാർ അഥവാ മാർഗത്തിൽ നിന്ന് വീണുപോയവർ എന്ന് പറയാറുണ്ട്. ശരിയായി നടക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ഓടാൻ ശ്രമിക്കുന്ന അതിമോഹമുള്ളവരാണ് അവർ. ഇത് എളുപ്പമാണെന്ന് ആകാശമണ്ഡലത്തിൽ യാത്ര ചെയ്യുന്നത് പോലെയാണെന്ന് അവർ കരുതുന്നു. ആകാശയാത്ര എളുപ്പമാണ്, എന്നാൽ തൈജസ ശക്തിപാദം അങ്ങനെയല്ല. നിങ്ങൾ അലൗകികമായി വലിയ ഒരു ജോലിയാണ് ചെയ്യുന്നത്. അലൗകിക യാത്രയെയും ശക്തിപാദത്തെയും കൂട്ടിക്കുഴയ്ക്കരുത്. ശക്തിപാദം ഗൗരവമായ ഒരു കാര്യമാണ്. ശരിയായ വിശുദ്ധിയും പരസ്പര ബന്ധവും പാലിച്ചില്ലെങ്കിൽ കഠിന ജോലിയുടെ തീവ്രത പൊള്ളലേൽപ്പിച്ചെന്നും വരാം. അതുകൊണ്ട് ഒരിക്കൽ കൂടി പൂർണ്ണമായ സമർപ്പണവും ഗുരുവിലും സമ്പ്രദായത്തിലും പൂർണ്ണ വിശ്വാസവും ഓരോ ചിന്തയും വാക്കും പ്രവൃത്തിയും ഗുരുവിൻ്റെ കാൽക്കൽ സമർപ്പിക്കലുമാണ് ആവശ്യമായിട്ടുള്ളത്. ഇക്കാര്യത്തിൽ പാരമ്പര്യത്തെയും തത്വത്തെയുമാണ് ഒരു വ്യക്തിയെയല്ല ഗുരു പ്രതിനിധാനം ചെയ്യുന്നത്. നിങ്ങൾക്ക് പൂർണ്ണമായും ഒരു ചാലാകണമെങ്കിൽ നിങ്ങൾ സ്വസ്ഥനും വ്യക്തിപരമായ ശക്തിയുള്ളവനും ആണെന്ന് ചിന്തിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന അഹംബോധത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. ഇത് അപകടകരമാണ്. നിഷേധാത്മക ശക്തികൾ അന്തിമമായി നിങ്ങളെ നശിപ്പിക്കുവാനായി നിങ്ങളുടെ അഹംബോധം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുകയും നിങ്ങളെ ഒറ്റയ്ക്ക് നടത്തുകയും ചെയ്യും. പല ഉദാഹരണങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് താരതമ്യേന അകന്ന് ഹിമാലയത്തിൽ ജീവിക്കുമ്പോൾ പോലും പലർക്കും ഇത്തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ദില്ലിയിൽ എന്നെ വന്നു കണ്ട പ്രായം ചെന്ന ഒരാളെ ഞാൻ ഓർക്കുന്നു. 40 കൊല്ലത്തോളം കഠിനമായി പരിശീലനം ചെയ്തതിനു ശേഷം അയാൾ തൻ്റേതു മാത്രമായ വിധത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുകയും ഭയങ്കരമായി അധംപതിക്കുകയും ചെയ്തു. അയാൾ തൻ്റെ ദേഹത്തിൽ നിന്ന് പുറത്തു പോകാൻ ധൈര്യപ്പെട്ടപ്പോൾ മറ്റൊരാത്മാവ് ആ ദേഹം കൈവശപ്പെടുത്തുകയും നാശം വിതയ്ക്കുകയും ചെയ്തു. അയാൾ 2 തവണ എന്നെ കാണാൻ വന്നു. നന്ദി പറയാനാണ് രണ്ടാമത്തെ തവണ വന്നത്. ഇത് ഒരു ഉദാഹരണമാണ്. നന്ദി പറയാനാണ് രണ്ടാമത്തെ തവണ വന്നത്. ഇത് ഒരു ഉദാഹരണമാണ്.